ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആദ്യ മത്സരത്തിന് ഇനി അധികം സമയമില്ല. ഇന്ത്യയുടെ ആദ്യ മത്സരം കെൻസിംഗ്ടൺ സ്റ്റേഡിയം ബാർബഡോസിൽ വെച്ചാണ്. അഫ്ഗാനിസ്ഥാൻ സൂപ്പർ 8ലേക്ക് യോഗ്യത നേടിയത് മികച്ച ക്രിക്കറ്റ് പുറത്തെടുത്തുകൊണ്ടാണ്. പക്ഷേ അവസാന മത്സരം അവർ വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെട്ടിരുന്നു. അവസാന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നർമാരെ വെസ്റ്റ് ഇൻഡീസ് അടിച്ചു പറത്തിയിരുന്നു. പിന്നാലെ ബാറ്റിംഗിലും തകർന്ന അഫ്ഗാനിസ്ഥാൻ പരാജയം ഏറ്റുവാങ്ങിയായിരുന്നു. എന്നാൽ ആ കഥ മാറി. ഇത് സൂപ്പർ 8 പോരാട്ടമാണ്. എന്നാൽ സൂപ്പർ 8ലെ ഈ കളി നടക്കുന്നത് ബാർബഡോസിലാണ്. ബാർബഡോസിലെ പിച്ച് മികച്ച വിക്കറ്റാണ്. സമുദ്രത്തിനടുത്താണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. പകൽ നടക്കുന്ന മത്സരമായതിനാൽ ബോൾ ടേൺ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ കരീബിയൻ പിച്ചിൽ സ്പിന്നർമാർക്ക് മേൽക്കൈ നൽകുമെന്നത് വ്യക്തമാണ്. പഴയ കരീബിയൻ പിച്ചുകൾ ഫാസ്റ്റ് ബോളർമാർക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള കരീബിയൻ പിച്ചുകളെല്ലാം തന്നെ സ്പിന്നർമാർക്ക് അനുകൂലമാണ്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിന് ഓരോ വർഷം തോറും മികച്ച വളർച്ചയാണ് ഉണ്ടാകുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ബൗളിംഗ് നിര ശക്തമാണ്. എന്നതിനാൽ ഇന്ത്യക്കെതിരെ വെല്ലുവിളി ഉയർത്താൻ അവർക്ക് സാധിക്കും. സ്പിന്നർമാർക്ക് അനുകൂലമായാൽ അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നർമാരായ നൂർ അഹമ്മദും റാഷിദ് ഖാനുമെല്ലാം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയും. എന്നാൽ ഇന്ത്യ ഒട്ടും മോശമല്ല. ഇന്ത്യയുടെ കുൽദീപ് യാദവ് കളിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ നാളെ 3 സ്പിന്നർമാരുമായിട്ടായിരിക്കും ഇറങ്ങുക. കുൽദീപ് യാദവ് ആയിരിക്കും ടീമിൽ ഇടം പിടിക്കുക. അർഷദീപ് സിംഗിനോ സിറാജിനോ പകരമായിരിക്കും താരം ടീമിലുണ്ടാവുക. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.